തമിഴ്നാട് രാഷ്ട്രീയം എന്നും അത്ഭുതങ്ങളുടെയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെയും വിളനിലമാണ്. എന്നാൽ ഇത്തവണ കൃഷ്ണഗിരിയിലെയും മേട്ടൂരിലെയും മണ്ണിൽ നിന്ന് ഉയരുന്നത് പതിവ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് കാടിളക്കി വാണ ഒരു പോരാളിയുടെ അല്ലെങ്കിൽ ഒരു വനം കൊള്ളക്കാരന്റെ കുടുംബാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. പതിറ്റാണ്ടുകളോളം സത്യമംഗലം കാടുകളെ വിറപ്പിച്ച ചന്ദനക്കടത്ത് രാജാവ് വീരപ്പൻ കൊല്ലപ്പെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അയാളുടെ പേരും പാരമ്പര്യവും തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. വീരപ്പന്റെ പത്നി മുത്തുലക്ഷ്മിയും മകൾ വിദ്യാറാണിയും ഒരേ സമയം ജനവിധി തേടുമ്പോൾ അത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് വീരപ്പൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള തമിഴ് ജനതയുടെ വൈകാരികമായ പുനർചിന്തനം കൂടിയാണ്. DMK സഖ്യം വിട്ട വേൽമുരുകന്റെ തമിഴ്നാട് വാഴ്വുരിമൈ കക്ഷിക്ക് വേണ്ടി കൃഷ്ണഗിരിയിൽ മുത്തുലക്ഷ്മി പോരിനിറങ്ങുമ്പോൾ ക്യാമറ ചിഹ്നത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് തന്റെ ഭർത്താവിനോടുള്ള അനീതിക്ക് വോട്ടിലൂടെ മറുപടി നൽകാനാണ്. വീരപ്പൻ ഒരു വനം കൊള്ളക്കാരനായിരുന്നില്ല, മറിച്ച് പാവപ്പെട്ടവരുടെ ശബ്ദമായിരുന്നുവെന്നും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമായിരുന്നുവെന്നുമുള്ള മുത്തുലക്ഷ്മിയുടെ വാക്കുകൾ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് കഴിഞ്ഞു. രാഷ്ട്രീയ ശത്രുക്കൾ ഭയന്നാണ് അദ്ദേഹത്തെ വധിച്ചതെന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നു. മറുഭാഗത്ത് മേട്ടൂർ മണ്ഡലത്തിൽ സീമാന്റെ നാം തമിഴർ കക്ഷിക്ക് വേണ്ടി വീരപ്പന്റെ മകൾ വിദ്യാറാണിയും കച്ചമുറുക്കുന്നുണ്ട്. അഭിഭാഷക കൂടിയായ വിദ്യാറാണി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടുകൾ നേടി തന്റെ സ്വാധീനം തെളിയിച്ച വ്യക്തിയാണ്. തമിഴ് ദേശീയത എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ഈ അമ്മയും മകളും ശ്രമിക്കുന്നത്. വിജയിച്ചാൽ കൃഷ്ണഗിരിയിലെ പാറമടകൾ അടച്ചുപൂട്ടുമെന്ന മുത്തുലക്ഷ്മിയുടെ പ്രഖ്യാപനം പരിസ്ഥിതി രാഷ്ട്രീയത്തോടുള്ള അവരുടെ ചായ്വ് വ്യക്തമാക്കുന്നു. വീരപ്പൻ എന്ന പേര് ഇന്നും വോട്ടർമാരുടെ ഉള്ളിൽ ഭയമാണോ അതോ സഹതാപമാണോ ഉണ്ടാക്കുന്നത് എന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും.